പൊതുവെ എല്ലാ കുടുംബത്തിലും ഈ ആൺഭരണമാണല്ലോ, സ്ത്രീകളെന്നും അടുക്കളയിൽ ഒതുക്കി കൂടി താമസിക്കേണ്ടവർ എന്ന് പറയുന്നവരാണല്ലോ. യാർ சொன்னது அப்படி ஒரு டிசிஷன் எடுக்கலையே. ഒരു നമ്പർ ഇട്ട് നോക്കാം. അപ്പൊ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ ചേച്ചി ഏത് തരത്തില്? എന്ത് ചേഞ്ച് വരുത്താൻ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെത്തേഡാണ് ഇപ്പോഴും ഞാൻ പാലിക്കുന്നത്. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനായിക്കോട്ടെ, സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം. സ്ത്രീകൾ ഒരു പടി താഴെ നിൽക്കണം. അതെ അതെ, അതാണ് അതിലൊരു ശരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ വേണ്ട. നിന്നേ പറ്റൂ. എന്റെ അഭിപ്രായമാണ്, എന്റെ പേഴ്സണൽ. ഒരുപാട് ഫെമിനിസ്റ്റുകൾ എന്ത് ഫെമിനിസ്റ്റ്? അതൊക്കെ അവരുടെ ലൈഫ് എടുത്ത് നോക്കുക, എന്താ സംഭവിച്ചിട്ടുണ്ടാവുക. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ല, എല്ലാം മുതുക്ക് കിളവികളല്ലേ. ഞാനിപ്പോഴും ഇത്രയും വർഷമായിട്ട് എന്റെ 15 വയസ്സ് മോനെ എന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാ. ഒരു തീ താന്നു കൊടുത്തു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം. ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും. അതെ, ഈ ഐഡിയോളജി തന്നെയാണ് എന്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടത്. അത് ഇത്തിരി ഇപ്പൊ അങ്ങനെ മോളൊക്കെയാണ് കയറി നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നുമില്ല. ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയണതൊന്നും അല്ല. അവരാണുങ്ങളാണെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ ഒരു സ്ഥാനം കൊടുത്തു വെച്ചാൽ നമ്മുടെ ഭർത്താവല്ലേ, കൊടുത്തോ. എന്താ തെറ്റ്? എനിക്ക് ആ ഭാഗത്തിനോട് ഞാൻ യോജിക്കുന്ന ആളെ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ആരെത്ര വലിയ ലേഡീസ് വന്നാലും ഞാൻ പറയും, ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നത്. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. ഒരു മര്യാദ വേണ്ടേ?